ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ജാതിക്കയാണ് കേട്ടോ. ഇത് അതിൻ്റെ പത്രയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മഴ നനഞ്ഞാൽ ചീഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതെല്ലാം പെറുക്കി എടുത്തിട്ടുണ്ട്. നല്ല വിലയുള്ള സമയമാണ് കേട്ടോ ഇത്. കണ്ടോ, നമ്മൾ ബഡ് ചെയ്ത ജാതിയാണ് കേട്ടോ ഈ പത്രി ഞാനിപ്പോൾ കാണിച്ചത്. അത് നല്ല മുഴുത്ത പത്രിയാണ് അതിലുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ നോർമൽ ഉണ്ട്, ഇത് നമ്മൾ ബഡ് ചെയ്തതാണ് കേട്ടോ. നല്ല ഉണങ്ങി കഴിഞ്ഞാലും നല്ല വെയിറ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഇതെല്ലാം ബഡ് ചെയ്തതാണേ. ഇനി കുറച്ച് നമുക്ക് സാധാരണ നമ്മൾ ബഡ് ചെയ്യാത്തതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സാധാരണ ബഡ് ചെയ്യാത്തതാണ്. ഇതൊക്കെ ഒരു ദിവസം ഒന്ന് കിടന്നാൽ മതി, അന്നേരം ചീഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ. മുഴുപ്പ് വ്യത്യാസം കണ്ടോ. ഞങ്ങൾ ഉണങ്ങിയെടുക്കുന്നത് തന്നെ തരംതിരിച്ചാണ് കേട്ടോ. നന്നായിട്ട് പോകാത്തതും അതിൻ്റെ കൂട് പൊട്ടിപ്പോകാത്തതൊക്കെ നമ്മൾ ഒരുപോലെ ഉണങ്ങിയെടുക്കും. ബാക്കിയുള്ളതെല്ലാം കൂടെ വേറെ സെക്ഷനാക്കും. ഫസ്റ്റും സെക്കൻഡും തേർഡും അങ്ങനെ 3ആയിട്ട് ഗ്രേഡ് തിരിച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രേഡിൻ്റെയാണ് കേട്ടോ. അത് നമ്മൾ സെപ്പറേറ്റ് ഉണങ്ങിയതാണ്. ഇതിൻ്റെ ഈ കൂടി ഇങ്ങനെ പൊട്ടിപ്പോകാതെ അടത്തിയെടുത്താതെ മുഴുവനായിട്ടിരിക്കുന്നതിനാണ് കേട്ടോ കൂടുതൽ മാർക്കറ്റുള്ളത്. അതിൻ്റെ ആ കൂട് ആ ജാതിപത്രി പൊട്ടിപ്പോകാതെ വേണം ആ പൂവെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വില കുറച്ച് കളയും അവർ. വേറെ കേടൊന്നും ഇല്ലെങ്കിലും ജാതിപത്രി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ വില കുറയ്ക്കും കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രേഡാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണിത്. ഇപ്പോൾ ഈ കാണിക്കുന്നത് സെക്കൻഡ് ഗ്രേഡാണ്. അതിനകത്ത് നമ്മുടെ പൂവ് ചെറുതായിട്ട് മുറിഞ്ഞു പോയതൊക്കെ ഉണ്ട്. അങ്ങനെ 3 ഗ്രേഡായിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാൻ നിൽക്കില്ല. അല്ലെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് അവർ ആ സമയത്ത് തിരഞ്ഞു പെറുക്കി വില നന്നായിട്ട് കുറയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജാതിപത്രി ഉണങ്ങി കൊടുക്കുമ്പോൾ 3 ഗ്രേഡായിട്ട് തിരിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ടോ, ഇതിനകത്ത് ശകലം പൂത്തതും അല്ലെങ്കിൽ നമ്മുടെ ആ പൂവിൻ്റെ ജാതിപത്രിയുടെ പൂവ് അടന്നു പോയതൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ബഡ് ചെയ്തതും ബഡ് ചെയ്യാത്തതുമായ ജാതിപത്രി ഇങ്ങനെ നിരത്തി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ മുഴുപ്പ് വ്യത്യാസം കണ്ടോ. നല്ല മാർക്കറ്റുള്ള ഐറ്റം ആയതുകൊണ്ട് ബഡ് ചെയ്ത ജാതി എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ലാഭം. ജാതിത്തോട്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ ബഡ് ചെയ്ത് കുറച്ച് ജാതി നിർത്തുകയാണെങ്കിൽ അത് ലാഭമാണ് കേട്ടോ. കാരണം നല്ല മുഴുപ്പിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പച്ചയ്ക്ക് കാണുമ്പോഴും അത് മനസ്സിലാകും, ഉണങ്ങി കഴിയുമ്പോഴും അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കണ്ടോ. ഇത് നമ്മുടെ സാധാരണ ജാതിപത്രിയാണ്. ഈ മുകളിലിരിക്കുന്നതാണ് ഞാൻ ബഡ് ചെയ്തതിൻ്റെ പെറുക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതുകൂട്ടി 3 എണ്ണം ചേരുന്ന മുഴുപ്പുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് ഗ്രേഡാണ് കേട്ടോ. ആദ്യം കാണിച്ച് ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്. ഇനി കാണിക്കുന്നത് തേർഡ് ഗ്രേഡാണ് കേട്ടോ. അത് പൊടിയും കുഞ്ഞായിട്ട് പൂത്തതും കുഞ്ഞല്ലി പോലും നമുക്കിതിനകത്ത് ഇടാമെന്നുള്ളതാണ് കേട്ടോ. ചെറിയ കഷ്ണമാണെങ്കിലും ഇട്ട് എടുത്തോളൂ അവർ. ഇത് നമ്മുടെ തേർഡ് ഗ്രേഡ് പൂവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.